നമസ്കാരം. മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. സുഹൃത്തുക്കളെ, എനിക്കൊരു കഥ പറയാനുണ്ട്. നഗരമാത ആര്യ ദേവിയുടെ കഥ. ഈ കഥ നടക്കുന്നത് അങ്ങ് തലസ്ഥാനത്താണ്. അതെ, ഭരണസിരാ കേന്ദ്രവും നിയമസഭയും AKG സെന്ററും ഒരൊറ്റ പാർട്ടി ആഫീസായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത്. നഗരമാതാവും സംസ്ഥാന പിതാവും ചേർന്ന് നടത്തുന്ന മഴ ഒരവസരം വാ സഖാക്കളെ കാശ് നക്കാം എന്ന നാടകമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ആര്യ പറഞ്ഞാലും മുക്കിൻ പറഞ്ഞാലും ഫണ്ടുകൾ മുക്കും കട്ടായം, നമ്മൾ ഫണ്ടുകൾ മുക്കും കട്ടായം. മഴയൊന്നു പെയ്താലും ചൂടൊന്നു കൂടിയാലും ഫണ്ടുകൾ മുക്കും കട്ടായം, നമ്മൾ ഫണ്ടുകൾ മുക്കും കട്ടായം. അതെ, കക്കുക മുക്കുക നക്കുക, അതാണിവരുടെ ആപ്തവാക്യം. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഇനിയും മുന്നോട്ട് പോയാൽ മലയാളി ഷഡ്ജം കൂടി കീറിയ അവസ്ഥയിലാകും. തുന്നി ചേർക്കാൻ പറ്റാത്ത കീറലായിരിക്കും. ജാഗ്രത. ഇന്തോനേഷ്യയിൽ നിന്നും ക്യൂവളത്തിൽ തിരിച്ചെത്തിയ മുഖ്യൻ തലസ്ഥാനത്തെ റൂം 4 റിവർ കണ്ട് ഒന്ന് ഞെട്ടി. അതേ മുഖ്യ, 4 റൂമിലും റിവറാണ് ആര്യേച്ചി. ശ്രദ്ധിക്കണ്ടേ ആര്യയെ? ശ്രദ്ധിക്കാം മുഖ്യ. നഗരവാസികളുടെ അണ്ണാക്കിൽ വരെ വെള്ളം കയറിയിട്ടും ആര്യേച്ചി മെമ്മറി കാർഡ് എങ്ങോട്ട് മുക്കും എന്ന ആലോചനയിലാണ് ഇപ്പോഴും. നഗരമാതെ, നമ്മൾ വെള്ളം കുടിച്ച് ചാവാറായെന്ന് നാട്ടുകാർ പറഞ്ഞിട്ടും ആരും പേടിക്കണ്ട, നിങ്ങൾക്കായി ഞാൻ ഹൈടെക് ശ്മശാനം പണിതിട്ടുണ്ടെന്ന് മാത. ഹോ, ആ കരുതല് നോക്കണേ. ഈ ക്യൂബള റോഡുകളിൽ നമ്മൾ കപ്പലിറക്കും സാർ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. ഇതിനൊരു കപ്പിത്താനുണ്ട് സാർ. ആര്യേച്ചി ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. പഷ്ട് കപ്പൽ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ നീങ്ങിയാൽ നമ്മളും എഞ്ചിനും തവിട് പൊടി. സംസ്ഥാന പിതാവ് വിട്ടില്ല. പടച്ചോനെ നിങ്ങൾ കാത്തോളീന്നും പറഞ്ഞ് ഒരൊറ്റ പറപ്പിക്കല. കപ്പല് പിന്നെ നോക്കുമ്പോൾ വാഴയിൽ ഇടിച്ചല്ലേ നിർത്തിയിരിക്കുന്നത്. മുഖ്യ, വാഴ പരാമർശം ഒഴിവാക്കണം കേട്ടോ. ചിന്തേച്ചിയെ അപമാനിക്കലാണ് ഇതെന്ന് നമുക്കറിയാം. അങ്ങനാണ് ഇതേ പരാതിയുമായി ജയിക്കേട്ടനും റഹിമിക്കയും ദീപ ടീച്ചറും ആര്യേച്ചിയും ഒക്കെ വരും. ചേട്ടാ, ഈ വാഴകളെയൊക്കെ കൊണ്ടത് എങ്ങോട്ടാ ഇത്? വാഴ അവിടെ നിൽക്കട്ടെ, അതല്ല പ്രശ്നം. അങ്ങനെ കപ്പൽ വാഴയിൽ ഇടിച്ചു നിർത്തിയേക്കുവാണല്ലോ. ആര്യേച്ചി വിടുവോ? ഇല്ല. തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങുമല്ലേ ഇത്. മുഖ്യനോട് ഒരൊറ്റ ചോദ്യമാ, ഫണ്ടുണ്ടോ മുഖ്യ കാശി മുക്കാനെന്ന്? നീ നമ്മുടെ ഇല്ലത്തിന്റെ പാരമ്പര്യം കാത്തെന്ന് മുഖ്യൻ. പെലെ ബേഷ്. മഴയായാൽ വെള്ളം വരും, സ്വാഭാവികം. ഇതിനെയും നമ്മൾ നേരിടും അല്ല മുഖ്യ? അപ്പോൾ മറ്റേ പാച്ചാൻ പോയ ഡച്ച് മാതൃക വെള്ളം കയറുമ്പോൾ 100 ഓടുന്നതായിരിക്കും അല്ലയോ? അതിനെത്ര ആയിരുന്നു ഖജനാവിന്ന് പൊടിച്ചത്? ഇത് ചെറിയ പണിയല്ലേ ഉള്ളു നാട്ടുകാരെ. ഇത് ആര് ആ ചെറിയ സ്പാനറിങ്ങോട് ഇപ്പം മുഖ്യൻ റെഡിയാക്കി തരില്ലേ അതങ്ങോട്ട്? തങ്ങളുടെ മുഖ്യനും മേയറും കൂടി മഴയുടെ ബ്ലൂ പ്രിന്റ് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വെള്ളത്തിന് പോകാൻ റൂട്ട് മാപ്പ് ഉണ്ടാക്കും. ആര്യേച്ചി പറയുന്ന വഴി കൂടെ മാത്രമേ വെള്ളം പോകുള്ളൂ. എൻ്റെ പൊന്നാര്യേച്ചി, യദുവുമായുള്ള യുദ്ധം മഴയ്ക്ക് മുമ്പായത് നന്നായി കേട്ടോ. അല്ലെങ്കിൽ സേച്ചി കാറിന് പകരം ബോട്ടും കൊണ്ട് വന്ന് ആനവണ്ടിക്ക് വട്ടം വെക്കേണ്ടി വന്നേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയ ഭർത്താവും ഭാര്യയും കൂടെ ഹൊയ് 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 തുടങ്ങി വരുന്നത്. വന്ന് കുട്ടനാട് ഏതാ തിരുവനന്തപുരം ഏതാന്നറിയാത്ത അവസ്ഥയായല്ലോ പടച്ചോനെ ഇത്. ഡേ, സ്മാർട്ട് സിറ്റി കേട്ടോ, സ്മാർട്ട് സിറ്റി. കൊച്ചിയിലെ വണ്ടർല നമ്മൾ തലസ്ഥാനത്തോട്ട് മാറ്റിയേക്കുവാ ഇത്. വേനൽക്കാലത്ത് റോഡിലെ കുഴികളിൽ റോളർ കോസ്റ്റ് കളിക്കാം. മഴക്കാലത്ത് റോഡ് നിറയെ വേവ് പൂൾ. സംഗതി സ്മാർട്ടാണ്. ആര്യേച്ചിയുടെ ഓവർ സ്മാർട്ടാണ് നമ്മൾ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാരികളെ തലസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ ആര്യേച്ചി നടപ്പാക്കിയ പദ്ധതിയാണ് മിസ്റ്റർ ഇത്. വെള്ളത്തിൽ വള്ളം വള്ളത്തിൽ വെള്ളം പദ്ധതി. ആഹാ, അയവ പൊളിക്കും ഇത്. സംഭവം കൂടുതൽ കളറാക്കാൻ രാത്രിയിൽ ഡാം തുറന്നു വിടും. എല്ലാ വിനോദസഞ്ചാരികൾക്കും ഓരോ പൊതിച്ചോറും കൊടുക്കും. ആര്യേച്ചിയുടെ പദ്ധതിയിൽ ടൂറിസം വകുപ്പും ജോയിൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ചുംബന സമരം നടത്തിയതുപോലെ വെള്ളക്കെട്ട് സീസണിൽ ജെൻഡർ ന്യൂട്രൽ പൊതുകുളി പരിഗണനയിലുണ്ട്. എല്ലാം ഡച്ച് മാതൃക പഠിക്കാൻ കുടുംബത്തോടെ നെതർലൻഡിൽ പോയ മുഖ്യന്റെ ഐശ്വര്യം. ഇനി വെച്ചടി കേറ്റായിരിക്കും. മലയാളികൾ അവിടെ വെള്ളത്തിൽ കിടന്ന് തുഴഞ്ഞോളൂ. എല്ലാവരും ഓരോ കലം കയ്യിൽ കരുതുക. അഥവാ വെള്ളത്തിൽ പോയാലും ജീവനെങ്കിലും രക്ഷിക്കേണ്ടേടേ ഇത്. തുഴഞ്ഞു വരാം. ഇനിയുണ്ട് കുറെ ജലോത്സവ മേള. നമുക്ക് സംസാരിക്കാം. അപ്പൊ കാണാം.